എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് കടലിനടിയിൽ വർണ്ണശബളമായ കാഴ്ചകൾ നൽകുന്നതും ജൈവവൈവിധ്യപൂർണമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതുമായ മറൈൻ ജീവജാലങ്ങളെ ആണ്. കൂടാതെ ഓരോ ജീവജാലങ്ങളെക്കുറിച്ചും വിശദമായ അറിവും നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന ഗ്ലോ ഫിഷ് ടെട്രയാണ്. ഇതൊരു ഓർണമെന്റൽ വിഭാഗത്തിൽ വരുന്ന മീനാണ്. ഇതിൻ്റെ ഫാമിലി കാൽക്കിഡിയാണ്. സയൻറ്റിഫിക് നെയിം ജിംനോകോറിംബസ് ടെർനേസെ. ഇത് പലതരത്തിലുള്ള ഫ്ലൂറസൻ നിറത്തിലാണ് കാണുന്നത്. ഇസബേമിയ റിവേഴ്സ്, സൗത്ത് അമേരിക്കയിലെ ഇസബേമിയ റിവേഴ്സിലാണ് ഇത് കാണുന്നത്. ഇതിന് ജനിതകമാറ്റം സംഭവിച്ച മീനുകളാണിവ. ഇതിൻ്റെ ജീനോമിലേക്ക് ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആഡ് ചെയ്തിട്ടാണ് ഈ നിറങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഓസ്റ്റിയോഗ്ലോസീഡയാണ്. ഇതിൻ്റെ ജീനസ് എന്ന് പറയുന്നത് ആരപ്പൈമയാണ്. ബോണിറ്റൺ സ്പീഷീസിൽ ഉൾപ്പെടുന്ന ആരപ്പൈമ ജീനസിൽ അടങ്ങിയ ഒരു വലിയ മത്സ്യമാണ് ആരപ്പൈമ എന്ന മത്സ്യം. ആമസോൺ അതുപോലെ തന്നെ യുബിസ്കോ ബേസിനാണ് ഇവ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫാമിലി ഓസ്റ്റിയോഗ്ലോസീഡയാണ്. ഇവ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവ ഒരു ആഹാര മത്സ്യം കൂടിയായിട്ടാണ് കാണുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു വലിയ ഗൗരാമി ഇനമാണ് ഭീമൻ ഗൗരാമി. ഇതിന്റെ സൈസ് വളരെ വലുതാണ്. ഇതിന്റെ ഫാമിലി ഓസ്ട്രോണിമിഡയാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം ഓസ്ട്രോണീമസ് ഗൗരാമി. നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ ജൈന്റ് ഗൗരാമി എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് സീബ്ര തിലാപ്പിയ. ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹെട്രോതിലാപ്പിയ ബ്യൂട്ടിക്കോഫെറി എന്നതാണ്. സീബ്ര ഡാനിയോ എന്ന വ്യാപാര നാമത്തിൽ ഇത് പതിവായി വിൽക്കുന്നു. അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് റെക്ടൈൽ കാറ്റ്ഫിഷ് ആണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഫ്രക്ടോസെഫാലസ് ഹെമിയോലിയോപ്റ്ററസ് എന്നാണ്. ജീനസ് നെയിം ഫ്രക്ടോസെഫാലസ്, സ്പീഷ്യസ് നെയിം ഹെമിയോലിയോപ്റ്ററസ് എന്നാണ്. ഫാമിലി നെയിം പിമിലോഡിഡെ എന്നാണ്. ഇത് അക്വേറിയത്തിൽ കാണുന്ന ഫിഷാണ്. എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നവയാണ്. പക്ഷേ ഇതിനെ IUCN ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ജെയിൻഡ് ആയിട്ടുള്ള അക്വേറിയത്തിൽ മാത്രമാണ് വളരുന്നത്. മീനുകൾ അഥവാ ആസ്ട്രോണോണസ് ഓസിലേറ്റസ് ആണ്. സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ആസ്ട്രോണോണസ് ഓസിലേറ്റസ്. ഇതിൻ്റെ ഫാമിലി ടിൽക്കീഡയാണ്. ജീനസ് ആസ്ട്രോണോണസ്, സ്പീഷ്യസ് ഓസിലേറ്റസ്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ നദികളിലും ആമസോൺ നദീ തടാകങ്ങളിലും സ്വാഭാവികമായി ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന ഒരിനം ശുദ്ധജല മത്സ്യമാണ് ഓസ്കാർ. അപ്പായിരി, ടൈഗർ ഓസ്കർ, വെൽവെറ്റ് സ്കിൽഡ്, മാർബിൾ സ്കിൽഡ് എന്നിങ്ങനെ വിഭിന്നങ്ങളായ നാമങ്ങളിൽ ഇവ അറിയപ്പെടുന്നു. ചൈന, ഓസ്ട്രേലിയ എന്നിവയിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. പോളിപ്റ്റെറസ് എൻഡിലച്ചേരി പ്രോട്ടോടെറസ് ജനസുകളിലെ ഒരു പ്രോട്ടോടിപ്പിക്കൽ ഉപയിനമാണ്. അതായത് അതിന്റെ സവിശേഷതകൾ ഭൂരിഭാഗവും ജനസുകളിലുടനീളം കാണപ്പെടുന്നു. ഇതിന്റെ ഫാമിലി പോളിടെറിഡയാണ്. ഈ കാണുന്നതാണ് ലോബ്സ്റ്റർ. ചെമ്മീനും ഞണ്ടും ഉൾപ്പെടുന്ന ഡൈക്കോപ്പസ് കുടുംബത്തിൽപ്പെടുന്ന ഒരു കടൽ ജീവിയാണ് ലോബ്സ്റ്റർ. വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ജീവിയാണ് ഇത്. വിദേശ രാജ്യങ്ങളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഏറ്റവും വിലയേറിയ ഭക്ഷണമാണ്. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ടിൻഫോയിൽ ബാർബാണ്. ഇതിൻ്റെ കോമൺ നെയിം ടിൻഫോയിൽ ബാർബ്. സയൻറ്റിഫിക് നെയിം ബാർബോണിമസ് ഷ്വാനിൻഫെൽഡി എന്നാണ്. ഇത് ട്രോപ്പിക്കൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. ഫ്രഷ് വാട്ടർ ഫിഷാണ്. ഇതിനെ മറ്റു മീനുകളിൽ നിന്നും വേർതിരിച്ച് കാണുന്നത് ഇതിൻ്റെ കോളൽ ഫിന്നിൽ ആയിട്ടും ഡോർസൽ ഫിന്നിലായിട്ടും കാണുന്ന ഓറഞ്ച് അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് കളറാണ്. തംബോക്കി അല്ലെങ്കിൽ കൊളസോമ മാർക്കോപോപ്പം. ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് സെറസാൽമീഡിയാണ്. ജീനസ് കൊളസോമ, സ്പീഷ്യസ് മാർക്കോപോപ്പം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം കൊളസോമ മാർക്കോപോപ്പം എന്നറിയപ്പെടുന്നു. സാരസ്മീയുടെ ഫാമിലി ഉൾപ്പെട്ട ഒരു വലിയ ഇനം ശുദ്ധജല മത്സ്യമാണ് തംബാക്കി. ഇത് കൂടുതലായി കാണപ്പെടുന്നത് ട്രോപ്പിക്കൽ സൗത്ത് അമേരിക്കയിലാണ്. ഇതിനെ പല നാമത്തിൽ കാണപ്പെടുന്നു. ബ്ലാക്ക് പാക്കു, ബ്ലാക്ക് ഫിനറ്റ് പാക്കു, ജെയിൻ പാക്കു, കച്ചാമ, ഗാമിറ്റാന. മുറേനിയുടെ കുടുംബത്തിലെ ഒരു കടൽ മത്സ്യമാണ് ലെപ്പേർഡ് മൊറേയിൽ. 8 മുതൽ 60 മീറ്റർ വരെ ആഴമുള്ള പവിഴപ്പുറ്റുകളിലും പാറക്കെട്ടുകളിലുമാണ് ഇത് വസിക്കുന്നത്. ഇതിന്റെ നീളം 92 സെന്റിമീറ്റർ വരെയാണ്. ഡാക്റ്റിലിഡിയെ കുടുംബത്തിലെ കടൽ ആനിമോണുകളുടെ ഒരു ഇനമാണ്. സാധാരണയായി മെർട്ടൻസ് കാർപ്പറ്റ് സീ ആനിമോൺ എന്നും അറിയപ്പെടുന്നു. 1 മീറ്റർ അധികം വ്യാസമുള്ള വലിയ കടൽ ആനിമോണുകളും കാണപ്പെടാറുണ്ട്. ഇതിന് ഫൈലം സിനിഡറിൽ ഉൾപ്പെടുന്നു. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ആൽബിനോ സെവേരം സിക്ലിഡ്. ഇതിൻ്റെ ഫാമിലി സിക്ലിഡയാണ്. ഇതിൻ്റെ കോമൺ നെയിം ഹീറോ സെവേരസ് അല്ലെങ്കിൽ ഹീറോ സിക്ലിഡ് എന്നാണ്. ഇതിൻ്റെ ഒറിജിൻ നോർത്ത് സൗത്ത് അമേരിക്കയിലാണ്. ഇത് പീസ്ഫുൾ ആയിട്ടുള്ള ഫിഷാണ്. പക്ഷേ ബ്രീഡിംഗ് ടൈമിൽ അഗ്രസീവായിട്ട് ഇതിനെ കാണാറുണ്ട്.
സക്കർ കാറ്റ്ഫിഷ് ഹൈപ്പോസ്റ്റോമസ് പ്ലീക്കോസ്റ്റോമസ്. ഫാമിലി ലോറിക്കേഡിയ. ജീനസ് ഹൈപ്പോസ്റ്റോമസ്, സ്പീഷ്യസ് പ്ലീക്കോസ്റ്റോമസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹൈപ്പോസ്റ്റോമസ് പ്ലീക്കോസ്റ്റോമസ്. സൗത്ത് അമേരിക്കയിലെ ആമസോൺ നദികളിൽ കണ്ടുവരുന്ന സക്കർ മൗത്ത് കാറ്റ്ഫിഷ്. മാംസഭോജിയായ ഇവ നദികളിലെ ചെറിയ ജീവജാലങ്ങളെ ഭക്ഷിച്ച് അവയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. അലങ്കാര മത്സ്യങ്ങളുടെ പട്ടികയിലാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീടുകൾ വളർത്തുന്നതിനായി വാങ്ങുന്ന മത്സ്യത്തെ വലുതായി കഴിയുമ്പോൾ പലരും നദികളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും ഉപേക്ഷിക്കും. ഗോയി അല്ലെങ്കിൽ നിഷീക്കി ഗോയി കൂടുതലായി അലങ്കാര ആവശ്യങ്ങൾക്കായാണ് ഇവയെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ക്ലാസ് ആക്ടിനോടെറിജി ആണ്. ഫാമിലി സൈപ്രിനിഡേ. ഇതിന്റെ സയന്റിഫിക് നെയിം സൈപ്രിനസ് കാർപ്പിയോ എന്നാണ്. നീല കൈമോഫ എന്നതാണ് ഷാർക്കിന്റെ സയന്റിഫിക് പേര്. ഫൈലം കോഡേറ്റിൽ വരുന്നതാണ്.